എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. പക്ഷേ റെസിനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പക്ഷേ ടൈംലെസ് ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഫയലാണ്. നമ്മളിന്ന് നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് തെളിവുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവർ നിങ്ങളുടെ തിരിച്ചുവരവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇഷ്ടശക്തിയെ അവർ പ്രാർത്ഥിക്കുന്നു. അതിന് കൃത്യമായ തെളിവുണ്ട്. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം അവർക്ക് മാനസികമായിട്ട് ദുഃഖം തോന്നിയിരിക്കുന്നു. കാരണം നിങ്ങൾ നൽകിയ സ്നേഹവും നിങ്ങൾ നൽകിയ സൗഹൃദവും ആ ആത്മാർത്ഥതയും മറ്റാരും നൽകുന്നില്ല. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ തിരിച്ചുവരവിന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ്. അവരുടെ ആ ആഗ്രഹം അവരുടെ എല്ലാ പ്രവൃത്തികളിലും നമുക്ക് കാണാൻ സാധിക്കും. അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടൊപ്പമുള്ള ദിനങ്ങളും നിങ്ങളോടൊപ്പം ചിലവഴിച്ച സമയവും അതിൻ്റെയൊക്കെ വില കൃത്യമായിട്ട് അറിയുകയാണ്. ഇരുളടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ ജീവിതം. നിങ്ങളുണ്ടായിരുന്നപ്പോൾ വലിയ ശോഭയോടെ വളരെ വെളിച്ചത്തോടെ അത് തിളങ്ങിയിരുന്നു. ആ തെളിച്ച ഒരുപാട് നാൾക്ക് ശേഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും അവർക്കത് കിട്ടുകയാണ്. വെറുതെ എല്ലാവരും തിരിച്ച് നിങ്ങളെത്താൻ ആഗ്രഹിക്കുന്നു. അവരവരുടെ ഇഷ്ടശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യം എൻ്റെ തെറ്റായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ വേണം ആ വ്യക്തിയെ. ആ വ്യക്തി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹം അതുപോലെ തെളിഞ്ഞു വരികയാണ്. ആ ആഗ്രഹം സഫലീകരിക്കാൻ, ആ ആഗ്രഹം നടന്നു കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ അതൊരു ശക്തിയായിട്ട് മാറുകയാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ ആ വ്യക്തിയെ സംരക്ഷിച്ചതുപോലെ, നിങ്ങൾ ആ വ്യക്തിയെ കണക്കാക്കിയതുപോലെ ആരും ആ വ്യക്തിയെ കണക്കാക്കുന്നില്ല. തൻ്റെ ഇഷ്ടശക്തിയോട് ആ വ്യക്തി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ മനസ്സ് ഇപ്പോൾ കാണാം. നിങ്ങൾ തിരിച്ചു വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തിരിച്ചു വന്നേ പറ്റൂ. നഷ്ടപ്പെട്ടപ്പോഴാണ് നിങ്ങളെക്കുറിച്ചുള്ള വില ആ വ്യക്തിക്ക് മനസ്സിലായത്. അങ്ങനെ ആ പോസിറ്റീവ് എനർജിയുടേതായ ആ ശക്തി, ആ കണിക ആ വ്യക്തിയിലുടനീളം ഉണ്ടാകുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളെ തിരിച്ചു കിട്ടി നിങ്ങളോടൊത്ത് സൗമ്യമായിട്ടൊരു ജീവിതം, നിങ്ങളോടൊത്ത് കാത്തിരുന്നൊരു ജീവിതം, അത് ഉടനുണ്ടാകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച് കിട്ടിയാലും അതൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ തന്നെയാണ്. തിരികെ നിങ്ങളെ കിട്ടുക എന്ന് പറഞ്ഞത് ഭൗതികമായ നേട്ടങ്ങളല്ല. അതാണ് അടുത്ത കാർഡ് പറയുന്നത്. ലോകം മുഴുവനും കീഴടക്കിയാലും, ലോകത്തിലെ 4 അതിർത്തികളിലും എന്തൊക്കെ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞാലും നിങ്ങൾ തിരിച്ചു വരിക, നിങ്ങളെ ലഭിക്കുക, നിങ്ങൾക്കൊപ്പം മുന്നോട്ട് പോവുക, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ആ വ്യക്തി. മുൻപ് പിരിഞ്ഞു പോയതിന് പല കാരണങ്ങളും ഉണ്ടാകാം. പിരിഞ്ഞു പോയപ്പോൾ പല ദുഃഖങ്ങളും ഉണ്ടാകാം. ഇവിടെ അതൊന്നും കാര്യമല്ല. ഇവിടെ അതൊന്നും പ്രസക്തമല്ല. തിരിച്ചെത്തുക ആ വ്യക്തി, ആ വ്യക്തിയുടെ ആ ചൈതന്യവും ശക്തിയും ലഭിക്കുക, വളരെ പോസിറ്റീവായിട്ട് പോവുക, അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സംഭവവികാസങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ തിരിച്ച് ശക്തമായിട്ട് നിലകൊള്ളുക. ഭൗതികമായ നേട്ടങ്ങളൊന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല. കേവലം നിങ്ങളെ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പണത്തിന് വേണ്ടിയോ ഈ ലോകത്തെ മറ്റ് തന്നെ സ്വാധീനിക്കുന്ന, ആകർഷിക്കുന്ന ഒന്നിനും വേണ്ടിയല്ല. കേവലം നിങ്ങളെ മാത്രം സ്നേഹിക്കാനുള്ളൊരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. അതിൽ നിന്ന് കൃത്യമായിട്ട് വ്യക്തമാണ്. മാത്രമല്ല, റീകൺസിഡർ ചെയ്യുകയാണ് ആ വ്യക്തി. മുൻപ് എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയി. മുൻപ് നിങ്ങളെ മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ നഷ്ടം ഇപ്പോൾ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ നഷ്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം അന്നെടുത്ത പല തീരുമാനങ്ങളും തെറ്റായിപ്പോയി. അന്നെടുത്ത പല നിഗമനങ്ങളും തെറ്റായിപ്പോയി. അന്നിങ്ങനെയല്ലായിരുന്നു ജീവിതത്തിൽ ജീവിക്കേണ്ടത്. അന്ന് എടുത്ത തീരുമാനങ്ങളിലെ തെറ്റുകൊണ്ടിപ്പോൾ വല്ലാത്തൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയെ അത്രമാത്രം ഇഷ്ടമാണ്, നിങ്ങളുടെ വ്യക്തിയെ അത്രമാത്രം സ്നേഹമാണ് നിങ്ങളുടെ വ്യക്തിയോട്. നിങ്ങളുടെ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാനേ കഴിയില്ല. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷേ ആ വ്യക്തി ഇല്ലാതെ ആയപ്പോൾ
അത് വല്ലാത്തൊരു ദുഃഖമായിട്ട് അത് അവശേഷിക്കുകയാണ്. ആ വ്യക്തിയുടെ ആബ്സൻസിൽ ആ വ്യക്തി ഇല്ലാതിരിക്കാൻ കാരണം എൻ്റെ കുറേ തീരുമാനങ്ങളാണെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നു. എൻ്റെ കുറേ തീരുമാനങ്ങളാണെന്ന് മനസ്സിലാകുമ്പോൾ അത് മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. അത് മാറ്റി ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനാണ് ആഗ്രഹിക്കുന്നത്. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ തെറ്റുകൾ, തൻ്റെ അറിവില്ലായ്മ കൊണ്ട് തൻ്റെ വ്യക്തി കടന്നുപോയി. അത് താൻ അന്ന് കുറേ ആളുകൾ തന്നെ സമ്മർദ്ദം ഇതായാണ്, സമ്മർദ്ദത്തിലാക്കിയതാണ്. അല്ലാതെ തൻ്റെ തീരുമാനങ്ങൾ അല്ലായിരുന്നു അത്. നിങ്ങളോട് ദേഷ്യമുള്ള ചില ആളുകൾ ആ വ്യക്തിയിൽ ചില സമ്മർദ്ദങ്ങൾ, തെറ്റായ വ്യാജ പ്രചരണങ്ങൾ നടത്തി. ആ വ്യാജ പ്രചരണങ്ങളുടെ ഫലമായിട്ട് നിഷ്കരുണം നിങ്ങളെ ആ വ്യക്തി തള്ളിക്കളഞ്ഞു, നിരാകരിച്ചു. അങ്ങനെയാണ് ആ അകൽച്ച ഉണ്ടായത്, അങ്ങനെയാണ് ആ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ കൂടുതൽ അറിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് തോന്നി നിങ്ങൾക്കെതിരെ എടുത്ത തീരുമാനം തെറ്റായിരുന്നു. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലാക്കാതെയാണ് ആ വ്യക്തി തീരുമാനം എടുത്തത്. ഇപ്പോൾ ആ വ്യക്തി ആ എടുത്ത തീരുമാനങ്ങളിലൊക്കെ പുനർചിന്തയെ നടത്തി റീകൺസിഡർ ചെയ്യുകയാണ്. ഞാൻ അങ്ങനെ പെരുമാറാനില്ലാതായിരുന്നു, ഞാൻ സ്നേഹത്തോടെ പെരുമാറണമായിരുന്നു. കാരണം എൻ്റെ വ്യക്തി എന്നെ സ്നേഹിച്ചത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്നുള്ള ബോധ്യം നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ പെരുമാറ്റം നല്ലതായിരുന്നു, ആളുകൾ പറഞ്ഞത് നുണയായിരുന്നു. ആ വ്യക്തിയുടെ പൊട്ട ബുദ്ധിയിൽ അതെല്ലാം വിശ്വസിച്ചു, സ്വന്തമായി അന്വേഷിച്ചില്ല. കാരണം കുറേ തെളിവുകളൊക്കെ അവർ നൽകി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ വിഷമമുണ്ട്. ഇപ്പോൾ മനസ്സിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചേക്കണത്, മനസ്സിൻ്റെ യഥാർത്ഥ ഫീലിങ്സ്, യഥാർത്ഥ വസ്തുത യഥാർത്ഥത്തിൽ കണ്ടെത്തിയത് നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നാണ്. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി ആ കണ്ടെത്തൽ നിങ്ങളിലേക്കുള്ള ഒരവസരമാകുകയാണ്. നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തുകയാണ്. നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയും. പഴയതുപോലെയല്ല, സംശയങ്ങളില്ല, ഉറപ്പുകുറവില്ല, മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കലൊന്നുമില്ല. യഥാർത്ഥത്തിലുള്ള നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു നിലപാടിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു. അവിടെ ഒരു പ്രതിസന്ധിയുടെ ഒരു ഘടകം പോലും ഇല്ല. കാരണം പോസിറ്റീവായിട്ട് ആ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള പ്രേരണ, നിങ്ങൾക്ക് കുറേ അവസരങ്ങൾ ലഭിക്കുകയാണ് ജീവിതത്തിൽ. പോസിറ്റീവായിട്ട് അവസരങ്ങൾ ഒരുമിക്കാനും സന്തോഷിക്കാനും പരസ്പരം മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്തൊരു അഭിനിവേശം തോന്നുകയാണ്, വല്ലാത്തൊരു ആകർഷണം തോന്നുകയാണ്, വല്ലാത്ത തരത്തിലുള്ളൊരാകർഷണം. പിന്നെ അതൊരു വലിയ പ്രണയമായി കുതിച്ചു ഉയരുകയാണ്. ഇനിയൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കെൻ്റെ വ്യക്തിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നാൽ മതി. ഇപ്പോൾ ദ്രുതഗതിയിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്താൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.